എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതുപോലെ തന്നെ റേഷൻ മസ്റ്ററിംഗ് എല്ലാം അവതാളത്തിലായിരുന്നു. നമ്മൾ ഈ ഒരു വിഷയത്തിൽ മസ്റ്ററിംഗിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിരുന്നത് കേന്ദ്ര സർക്കാരിനെ ആയിരുന്നു. പക്ഷേ ഇതിന്റെ യഥാർത്ഥം ഇപ്പോൾ അറിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരല്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കേന്ദ്ര സർക്കാർ ഒരു വർഷം മുമ്പ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് ചെയ്തു തീർത്തിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങളോട് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ ഫെബ്രുവരി 20 കൂടിയിട്ടാണ്. ഒരു സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ റേഷൻ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിനോട്. ഇതേ തുടർന്നാണ് സംസ്ഥാനം ധൃതി പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഈ സെർവറിന്റെ പ്രശ്നവും മറ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ സെർവർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓർക്കുക, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ബയോമെട്രിക് പ്രശ്നം, ഇപോസ് മെഷീൻ പ്രശ്നങ്ങളുണ്ട്. അത് സെർവർ തകരാറാണ് എന്ന് എപ്പോഴും പറയും. പക്ഷേ സെർവർ വാങ്ങുന്നതിന് വേണ്ടി കേവലം 4 ലക്ഷത്തിന് താഴെ രൂപ മാത്രമാണ് ഇപ്പോൾ ധനവകുപ്പിന് അനുവദിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ ചെറിയ തുകയ്ക്കാണ് ജനങ്ങളെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യാം. വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആരുടെയും റേഷൻ മുടങ്ങില്ല എന്ന് ഭക്ഷ്യമന്ത്രി പറയുമ്പോഴും കേന്ദ്രം പറയുന്നത് മറ്റൊന്നാണ്. 2024 മാർച്ച് 31 മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഹിതം കുറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട മസ്റ്ററിംഗ് നടപടികൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഭക്ഷ്യവകുപ്പിൻ്റെയും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ മസ്റ്ററിംഗ് ദുരന്തത്തിന് വഴിവെച്ചത്. 2023 മാർച്ച് 17 കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ചത്. പാവങ്ങൾക്കുള്ള റേഷൻ വിഹിതങ്ങൾ അനർഹർ കൈപ്പറ്റുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർദ്ദേശം. 2024 മാർച്ച് 31 ഈ പൂർത്തീകരണം നടത്തണം എന്ന് ഇമെയിൽ മുഖാന്തരം ആവശ്യപ്പെട്ടിരുന്നു. മറ്റു സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ KYC നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് ഫെബ്രുവരി 20 മാത്രമാണ് ഈ വിവരം പുറത്തുവിട്ടത്. സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കണ്ടതിനെ തുടർന്ന് ജനുവരിയിലും ഫെബ്രുവരിയിലും മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം 4 കത്തുകൾ സംസ്ഥാനത്തിന് അയച്ചു. മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം, സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കും എന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളം ഈ നടപടി തുടങ്ങിയത്. ഫെബ്രുവരി 16, 17 തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ IT ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷന് ആവശ്യമായ പരിശീലനം നൽകി. 19, 20, 21 തീയതികളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകി. ഇതിനുശേഷമാണ് റേഷൻ കടകളിലെ ഇപോസ് മെഷീനുകളിലൂടെ 14,177 റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് ആരംഭിച്ചത്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലായി 1,54,42,057 പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡിലെ ഉപഭോക്താക്കൾ. ഇത്രയും പേർ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം രേഖപ്പെടുത്താനുള്ള IT മിഷന്റെ സെർവറിന്റെ ശേഷിക്കുറവാണ് ജനങ്ങളെ വലക്കുന്നത്. എന്തായാലും ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള റേഷൻ വിഹിതം കുറയും. അത് കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ റേഷൻ മുടങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ആരുടെയും റേഷൻ മുടങ്ങില്ല എന്നാണ്. ഇതിന്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പിക്കാനാകില്ല. സംസ്ഥാനത്ത് ഇപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിതരണം വീണ്ടും സജീവമായിട്ടുണ്ട്. അതേസമയം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ മസ്റ്ററിംഗും പ്രതിസന്ധിയിലായതോടെ അധിക സെർവർ സജ്ജമാക്കാൻ ഭക്ഷ്യവകുപ്പ് നടപടി തുടങ്ങി. ഇതിനുവേണ്ടി 3,54,000 രൂപ ധനവകുപ്പ് അനുവദിച്ചു. ആധാർ വിവരങ്ങൾ സൂക്ഷിക്കുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAIക്ക് നൽകാനുള്ളതാണ് ഈ തുക. ഇപോസ് യന്ത്രത്തിൽ റേഷൻ കാർഡ് ഉടമ വിരൽ പതിക്കുമ്പോൾ ആധാർ വിവരങ്ങൾ പരിശോധിക്കാൻ സഹായിക്കുന്ന ഒതന്റിക്കേഷൻ യൂസർ ഏജൻസി AUA എന്ന സെർവറാണ് വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാകാൻ കാരണം സംസ്ഥാന IT മിഷന്റെ ഉടമസ്ഥതയിലുള്ള ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസിയിലെ തകരാറാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ
NICയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസി കൂടി പകരം ഉപയോഗിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു എങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വന്തമായി ഒരു ഒതന്റിഫിക്കേഷൻ യൂസർ ഏജൻസി സെർവർ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വെറും 3,60,000 താഴെ മാത്രം വില വരുന്ന അവസ്ഥയ്ക്ക് ഇതൊക്കെ എന്ന് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് രൂക്ഷവുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.